Welcome to San Andreas, I'm CJ from Grove Street. Landed the heinous, gangbangers in cold heat. In Los Santos, neighbors get no sleep. Beefing with anybody, competing, even police. Four deep in the green rag with gold feet. Blast with the मेरा प्यारा യൂട്യൂബ് വാസിയോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പൻ. ആദ്യം തന്നെ താങ്ക്സ് പറയണം ഇത്രയും നല്ല സപ്പോർട്ടിന് വേണ്ടിയിട്ട്. കാരണം ഏകദേശം 3 മാസമായി ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 215ഓളം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. സോ താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ ഒരു സോറി പറയണം ഇത്ര ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിന്. തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടു കാണും. എൻ്റെ ഏറ്റവും ഫേവററ്റ് ഗൺസിനെ കുറിച്ചാണ് ഈ വീഡിയോ. അതായത് എൻ്റെ ഏറ്റവും ഫേവററ്റ് ഗൺസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അയ്യോ ആ തോക്ക് പറഞ്ഞില്ലല്ലോ, ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് കമൻറ്റ് ചെയ്യരുത്. ഞാനിവിടെ പറയുന്നത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസാണ്. സോ അത് അങ്ങനെ കാണുക. ഇതിനർത്ഥം മറ്റു തോക്കുകൾ മോശമാണെന്നൊന്നുമല്ല. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ നമുക്ക് വീഡിയോ കിടക്കാം. എൻ്റെ ഏറ്റവും ഫേവററ്റായ 5 ഗൺസ്, മൈ ടോപ്പ് ഫേവററ്റ് ഗൺസ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ തോക്ക് P1911 ആണ്. ഇത് പറയാൻ കാര്യം ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ള പിസ്റ്റൽ ഇതായിരിക്കും. ഇതിന് ഏറ്റവും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബുള്ളറ്റ് കുറവാണ്. 7 ബുള്ളറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പവർ കൂടുതലായിരിക്കും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പവർ നമ്മുടെ റിവോൾവറിന് അത്രയൊന്നും ഇല്ല, എങ്കിലും നല്ല പവർ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്ന 7 ബുള്ളറ്റ് തന്നെ ധാരാളമാണ് ആളെ കൊല്ലാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തായാലും ഇത് മെയിനായിട്ട് ഉപയോഗം വരുന്നത് ഗെയിമിൻ്റെ ഫസ്റ്റ് അവേഴ്സിലായിരിക്കും. ആദ്യത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉപയോഗം. പിന്നെ അതിൻ്റെ ഉപയോഗം കാണില്ല, എങ്കിലും ഇത് വളരെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു തോക്കാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റെഡ് ഡോട്ട് സൈറ്റ് ഉണ്ട്, അത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന എക്സ്ട്രാ മാഗസിൻ, അതായത് എൻ്റെ എന്താ പറയുക ക്വിക്ക് മാഗസിൻസും ക്വിക്ക് എക്സ്ട്രാ മാഗസിൻസ്. അതുപോലെ ക്വിക്ക് എക്സ്ട്രാ മാഗസിൻ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 12 വോൾട്ട് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അതൊരു നല്ല കാര്യമാണ്. കാര്യം 7 വോൾട്ട് 12 വോൾട്ട് കൊണ്ട് വെച്ച് 12 വോൾട്ടാകുമ്പോൾ നിങ്ങളുടെ ജയിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുകയാണല്ലോ. നമുക്കിനി ഇതിൻ്റെ ഒരു എന്താ പറയുക ഗെയിം പ്ലേ കണ്ടു നോക്കാം. പിസ്റ്റൾസ് ഞാൻ പൊതുവെ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടാപ്പിംഗ് മെത്തേഡ്. മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വലിയ പ്രോ പ്ലേയേഴ്സൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഒരു പ്രത്യേക ഇൻ്റർവൽ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഫയർ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് എന്താ പറയുക, തട്ടുക, ടാപ്പ് ചെയ്യുക, 1 2 1 2 1 2 ഒരു താളത്ത് തട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ റീകോയിൽ ഒത്തിരി കുറയും. AKM പോലുള്ള കൂടുതൽ റീകോയിലുള്ള തോക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. ടാപ്പിങ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വിടുക ആ ഒരു മെത്തേഡ്. ചുമ്മാ ചാറവറ നിൽക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് കൊള്ളാൻ പറ്റിയില്ലെന്ന് വരും. ചിലപ്പോൾ അത് കൂടുതൽ മിസ്സാവും. സോ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കൂടെ കാണാം, ഞാൻ അങ്ങനെ ചെയ്ത് പഠിക്കും. ടാപ്പിങ് ഒരു ചെറിയ ഇൻ്റർവെല്ലിൽ ടാപ്പ് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെറിയ പ്രശ്നമേ കാണും, പക്ഷെ നിങ്ങൾ ഒരുപാട് ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾക്കത് വരും. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഏറ്റവും ഫേവററ്റ് ഗണ്ണ്. നമുക്ക് അടുത്ത ഗണ്ണിലേക്ക് കടക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ പണ്ടുതൊട്ടേ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് പറയുന്നത്. വെക്ടർ എൻ്റെ മുത്താണ്. വെക്ടർ എനിക്ക് മാത്രമല്ല ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാണ് വെക്ടർ. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. സോ ഇതിന് റീകോയിൽ എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം. നിങ്ങൾ വെക്കുന്നിടത്ത് തന്നെ വെടി കൊണ്ടിരിക്കും. നിങ്ങളുടെ ശത്രുക്കളെ വളരെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്ക് വെക്കണം. എന്തായാലും ഒരു സ്റ്റോക്കിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ ഇതിൻ്റെ ഗ്രിപ്പുണ്ട്. ഗ്രിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ഗ്രിപ്പ് വയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ഗ്രിപ്പ്. പിന്നെ ഉള്ളത് ഇപ്പോൾ പഴയ ടൈപ്പ് ലൈറ്റ് ഗ്രിപ്പാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വെർട്ടിക്കൽ റീകോയിൽ കുറച്ചുകൂടെ കുറയും. പിന്നെ മാഗസിൻ മസ്റ്റായിട്ട് വെക്കണം. അതായത് അതും എക്സ്റ്റേണൽ മാഗസിൻ.
കാരണം ഇതിൻ്റെ ബുള്ളറ്റ് വളരെ കുറവാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. സോ എക്സ്റ്റേണൽ മാഗസിൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുള്ളറ്റ് ഇടും, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ സ്കോപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്നൈപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് 3 മോഡ്സ് ഉണ്ട്: ഫുള്ളി ഓട്ടോമാറ്റിക്, ബസ്റ്റ് മോഡ്, അതുപോലെ തന്നെ സിംഗിൾ ഫയർ. നിങ്ങൾക്ക് ബസ്റ്റ് മോഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്നൈപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 100 മീറ്റർ വരെ നല്ല റേഞ്ച് കിട്ടും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫോറസ്കോപ്പ് വെച്ചിട്ട് പിടയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാരെ കൊല്ലാൻ പറ്റും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളിതൊരു ക്ലോസ് റേഞ്ച് വെപ്പണായിട്ട് യൂസ് ചെയ്യാനായിരിക്കും. സോ നിങ്ങളൊരു റെഡ് ഡോട്ട് സ്കോപ്പ് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാരലിൽ ഒന്നെങ്കിൽ കോമ്പൻസേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സപ്രസർ യൂസ് ചെയ്യാം. രണ്ടും കോമ്പൻസേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റീകോയിൽ കുറച്ചുകൂടെ കുറയും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒളിഞ്ഞിരിക്കുകയാണ് താല്പര്യമെങ്കിൽ സപ്രസർ യൂസ് ചെയ്യുക. ഞാൻ കൂടുതലും സപ്രസർ യൂസ് ചെയ്യാറുണ്ട്, രണ്ടും യൂസ് ചെയ്യാറുണ്ട്. കോമ്പൻസേറ്റർ സപ്രസറും. ഫ്ലാഷ് ഗാർഡ് അധികം യൂസ് ചെയ്യാറുന്നില്ല എനിക്ക് തോന്നുന്നത്. അത് വലിയ ഉപയോഗമുള്ള കാര്യമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. നിങ്ങൾ എന്തായാലും നിങ്ങൾ സപ്രസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കില്ല, നിങ്ങളുടെ ഫയറിങ് കാണാൻ പറ്റില്ല. സോ നമുക്കിനി ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ കാണാം. ഓക്കെ, നമുക്കിനി വെക്ടർ പരിശോധിക്കാം. എല്ലാ അറ്റാച്ച്മെൻറ്റും വെച്ച് കഴിഞ്ഞു. ഫുള്ളി സെറ്റപ്പാണ് വെക്ടർ. നിങ്ങളത് കണ്ടല്ലോ, വളരെ മൈന്യൂട്ടായിട്ടുള്ള റീക്കിൽ മാത്രമേ ഇതുള്ളൂ. ചെറിയ റീക്കിൽ മാക്സിമം എല്ലാ ബുള്ളറ്റും നമ്മുടെ എതിരാളുടെ മണ്ടയ്ക്ക് തന്നെ കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടത് ക്ലോസ് റേഞ്ചാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലോങ് റേഞ്ച് ഒന്ന് നോക്കാം. ലോങ് റേഞ്ച് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പറ്റിയാൽ ഇത് ബേസ്റ്റ് മോഡോട്ട് മാറ്റുക. അതായത് ബേസ്റ്റ് മോഡ് മാറ്റുമ്പോൾ ഒരു സമയത്ത് 2 ബുള്ളറ്റ് വെച്ചേ പുറത്ത് പോകത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ടാപ്പിംഗ് മെത്തേഡ്, നേരത്തെ ഞാൻ പറഞ്ഞ ടാപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പുല്ലുപോലെ കൊല്ലാൻ പറ്റും ആൾക്കാർ. എന്താ പറയുക, കൂടുതൽ സൈലൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ വെടിക്കുന്നതെന്ന് അറിയാനും പോകുന്നില്ല. പിന്നെ ഒരു കുഴപ്പം ഇതിൻ്റെ ബുള്ളറ്റ്സാണ്. ബുള്ളറ്റ് കുറവാണ്. നിങ്ങൾ എക്സ്റ്റൻഡ് മാക്സ് വെച്ച് ഏകദേശം 25 ബുള്ളറ്റേ നിങ്ങളുടെ തോക്കിനകത്ത് കാണത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഇനി ഇതിൻ്റെ ഫോറസ്കോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, റീക്കോയിൽ വളരെ കുറവാണ്. എല്ലാം ടാർഗറ്റിൽ തന്നെ കൊണ്ടിരിക്കും. സോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കും മറ്റു പലർക്കും ഇഷ്ടമാണ്. എനിക്കൊന്ന് കുറേ ആൾക്കാർ യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വരുന്ന സ്കോഡ്സ് എന്ന ചിലരൊക്കെ വെക്ടർ തപ്പി പോകുന്ന കണ്ടു. ഇത് എപ്പോഴും നിങ്ങളൊരു പ്രൈമറി വെപ്പണായിട്ട് വെക്കുക. സെക്കൻഡറി വെപ്പണായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അസാൾട്ട് റൈഫിളോ അല്ലെങ്കിൽ ഒരു സ്നൈപ്പറോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പറ്റും. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. സോ ഓക്കെ, അടുത്ത തോക്കിലേക്ക് പോകാം. S12K അഥവാ സീഗ 12K എന്ന് പറയുന്ന ഈ ഷോട്ട് ഗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷോട്ട് ഗണ്ണിൻ്റെ കാറ്റഗറിയിൽ ഇത് ഇച്ചിരി വ്യത്യസ്തമാണ്. കാരണം ഇത് പമ്പ് ആക്ഷൻ ഒന്നും അല്ല. അതുകൊണ്ട് ഓരോ ബുള്ളറ്റ് ഓരോ വെടി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫയർ ചെയ്തുകൊണ്ടിരിക്കും. മാഗസിൻ ലോഡാണ്. സോ മറ്റേ S1897 പോലെ ഓരോ മറ്റേ എന്താ പറയുക, ബിഗ് ബിയിൽ അമ്മൂക്ക് ചെയ്യുന്ന പോലെ ഓരോ വെടിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മാഗസിൻ ആയതുകൊണ്ട് തന്നെ പടപടാന്ന് വെടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് വീടുകൾ ഒഴിപ്പിക്കാൻ പോകാനാണ്. വീട് റെയ്ഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം റൂമിനകത്ത് കയറി ചെല്ലുമ്പോൾ അസാൾട്ട് റൈഫിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഷോട്ട് ഗണ്ണാണ്. കാരണം ചെറിയൊരു ഏരിയ ആയത് കാരണം വളരെ സൂപ്പറായിരിക്കും. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഡക്ബിൽ എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ സ്പ്രെഡും കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ഷോട്ട് ഗണ്ണിൻ്റെ പെലറ്റ്സ് തെറിച്ചു പോകും വല്ലാത്ത രീതിയിൽ. സോ അത് കുറയ്ക്കാൻ പുതിയ ഡക്ബിൽ അറ്റാച്ച്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. നമുക്ക് ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പൻസേറ്റർ യൂസ് ചെയ്യും. കോമ്പൻസേറ്റർ യൂസ് ചെയ്യുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇതിന് നല്ല രീതിയിൽ റീകോൾ തോക്കാണത്. കൺട്രോൾ പാടാണ്. പക്ഷേ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഇതിനോട് വയ്ക്കാൻ പറ്റിയ ഒരു സ്കോപ്പ് റെഡ് ഡോട്ടാണ്. കാര്യം എന്തായാലും നിങ്ങൾ സ്നൈപ്പറായിട്ടൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. വളരെ ക്ലോസ് റേഞ്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. സോ റെഡ് ഡോട്ടായിരിക്കും ഏറ്റവും നല്ല ഐഡിയ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഇതുകൊണ്ട് നിങ്ങളുടെ സ്നൈപ്പർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഏകദേശം ഒരു 50 മീറ്റർ റേഞ്ചകത്ത് നിങ്ങൾ യൂസ് ചെയ്യത്തുള്ളൂ. സോ
സോ എൻ്റെ റെക്കമെൻഡേഷൻ റെഡ് ഡോട്ടാണ് എപ്പോഴും ബെറ്റർ. സോ നമുക്കിനി ഇതിൻ്റെ ഒരു ഗൺ പ്ലേ വീഡിയോ കണ്ടു നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റീക്വൽ ഭയങ്കര റീക്വലുള്ള തോക്കാണിത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഓരോ വെടിക്കും ഏകദേശം ഒരു ഭൂമികുലുക്കം പോലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്നുള്ള ഫയർ റേറ്റാണ്. മറ്റേ തോക്കുകളെ പോലെ ഇടയ്ക്ക് ഒരു ലോഡിങ് കൊണ്ടുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഫയർ ചെയ്തുകൊണ്ടിരിക്കുക. പടപട നിങ്ങൾ പടപട ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ചറ വെടിവയ്ക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പരിപാടി നടക്കും. അതായത് ഓടിക്കാനുള്ള വെടിവെപ്പ് എല്ലാം നോക്കി നടക്കും. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടം. ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് പലപ്പോഴും. ഇങ്ങനെ അനങ്ങി നടന്ന് ഓടി നടന്ന് വെടിക്കുന്ന പരിപാടി ഷോട്ട് ഗണ്ണും വെച്ചിട്ട്. പിന്നുള്ള ഒരു പരിപാടി ഇങ്ങനെ അടങ്ങി നടന്നാൽ നിങ്ങൾക്ക് പടപട ടാപ്പ് ചെയ്യുന്ന ഒരു സംഭവം കാണിച്ചുതരാം. ഇങ്ങനെ തീർന്നു. ഇങ്ങനെ വന്ന് അവൻ്റെ മുഖത്തിട്ട് വെടിവെക്കുകയാണെങ്കിൽ അതോടെ തീർന്നു. മിക്കവാറും ഞാൻ ചില റൂമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു നിർഭാഗ്യവനായ കളിക്കാരെ ഇരിപ്പുണ്ടായിരിക്കും. കറക്റ്റായിട്ട് അവൻ്റെ മുഖത്തോട്ട് വെച്ചായിരിക്കും വെടിവെക്കുന്നത്. അതോടെ അവൻ തീരും. നല്ല രസമാണ് കേട്ടോ അത് ചെയ്യാൻ. മറ്റേ ട്രൈ ചെയ്ത് നോക്കുക. അതായത് ആരുടെയും മുഖത്തോട്ട് തോക്ക് വെടിവെക്കുന്ന പരിപാടി. സോ നമുക്ക് ഈ അടുത്ത തോക്കിലേക്ക് കിടക്കാം. ഇതിനെക്കുറിച്ച് അധികം പറയാനുണ്ട്. ഇത് തന്നെയുള്ളൂ. ഇതൊരു ഷോട്ട് ഗണ്ണാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദി M249 ദ ബീസ്റ്റ് എന്നൊക്കെ വേണേൽ പറയാം. ഇതിനെക്കുറിച്ച് എന്താ ഞാൻ പറയണ്ടേ? എല്ലാതും അറിയാമല്ലോ ഇതിനെക്കുറിച്ച്. 100 ബുള്ളറ്റ് ചറവറ വെടിവെക്കുക, മുന്നിൽ വരുന്ന എന്തിനേയും കൊല്ലുക. റീക്വൽ ഭയങ്കരമാണ്. റീക്വൽ ഉണ്ട്, ശരിയാണ്. റീക്വൽ നല്ല റീക്വൽ ഉണ്ട്. ഫയർ റേറ്റ് കൂടുതലാണ്. നമ്മുടെ ഒരു സ്ക്വാഡ് ഉണ്ടെങ്കിൽ സ്ക്വാഡിൽ ഒരാളുടെ മസ്റ്റായിട്ട് വേണ്ടൊരു തോക്കാണ്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരാൾ സൂക്ഷിച്ച് വെക്കേണ്ട തോക്കാണ്. കാരണം ഒരു കാറോ അങ്ങനത്തെ വരികൾ അവന്മാരെ എന്താ പറയുക വൈപ്പ് ചെയ്ത് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇത് കൺട്രോൾ ചെയ്യാൻ പാടാണ്, ശരിയാണ്. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടാപ്പിംഗ് മെത്തേഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തോക്കാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തോക്ക്. എന്താ പറയുക, ഇതുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ഒരു എന്താ പറയുക റാംബോ ഫീൽ കിട്ടും. നമ്മുടെ പഴയ റാംബോ ഉണ്ടല്ലോ, അതുപോലെ ഒരു ഫീലാണ് ഇതുകൊണ്ട് നടക്കുമ്പോൾ. എനിക്ക് ഇഷ്ടമാണ് ഈ തോക്ക്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇതിൻ്റെ ബുള്ളറ്റ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. 5.56mm ബുള്ളറ്റാണ്. നിങ്ങൾക്കിത് പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ്. മറ്റേ ഓഗിൻ്റെ ബുള്ളറ്റ് AMWൻ്റെ ബുള്ളറ്റ് പോലെ വളരെ ബോക്സ് ഭാഗത്ത് കിട്ടുന്ന സാധനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കിട്ടുകയും ചെയ്യും. ഇഷ്ടത്തെ ബുള്ളറ്റും കിട്ടും. നല്ല തോക്കുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. സോ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ കാണാം. ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയാൻ ഒരു ക്ലാസ് ഒന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്: സ്പ്രേ ആൻഡ് പ്രേ. വെടിവെക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, അത് കൊള്ളണേ. ഇത് എന്താ പറയുക, ഇതിന് വെടി വരുമ്പോൾ തന്നെ ഒരു ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാറിയിരിക്കും. ഒച്ച കേൾക്കുമ്പോൾ തന്നെ 100 ബുള്ളറ്റ് തീരാൻ എടുക്കുന്ന സമയം ഒത്തിരി എടുക്കും. മാത്രമല്ല അത് ലോഡ് ചെയ്യാൻ നല്ല സമയമാണ്. സോ അതൊരു ചെറിയ കുഴപ്പമാണ്. ലോഡിങ് സമയം പിന്നെ എന്നിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ടാപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റീക്വൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പറഞ്ഞത് പക്ഷേ ഇതൊരു ലൈറ്റ് മെഷീൻ ഗണ്ണാണ്. നിങ്ങൾക്ക് മെയിനായിട്ട് വലിയ ഹെവി ടാർഗറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ കാർ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ വരുവാണെങ്കിൽ നിങ്ങളുടെ ടീംമേറ്റ്സിനെ കവർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് സൂപ്പർ തോക്കാണ്. കാര്യം 100 ബുള്ളറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 4-5 പേരെ കവർ ചെയ്യാൻ പറ്റും. കവറിങ് ഫയർ കൊടുക്കാനൊക്കെ പറ്റിയൊരു തോക്കാണിത്. അതൊക്കെയാണ് ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, ഒരു സ്ക്വാഡിൽ മിനിമം ഒരാളുടെ ഏതെങ്കിലും ഈ തോക്ക് വേണം. കിട്ടിയാൽ യൂസ് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ ട്രെയിനിങ്ങിൽ വന്നിട്ട് ഒരു ട്രെയിൻ ചെയ്യുക. എനിക്ക് ടാപ്പിംഗ് മെത്തേഡ് കുറച്ചും ഭേദമായിരിക്കും ഇതിൻ്റെ റീക്വൽ തടയാൻ. സോ നമുക്ക് ഇനി അടുത്ത തോക്കിലേക്ക് കടക്കാം. ദി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് AKM, എൻ്റെ ഏറ്റവും ഫേവററ്റ് ഗൺ. റീകോയിലിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ലേ AKM. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് AKM. കാര്യം എന്താ പറയുക,
ഇതിൻ്റെ ബുള്ളറ്റിൻ സൈസിന് വലുതാണ്, 7.62 mm. അത് തന്നെ ആൾക്കാരെ കൊല്ലും. കാര്യം ഞാനിത് മെയിനായിട്ട് എൻ്റെ പ്രൈമറി കണ്ണായിട്ട് പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ക്ലോസ് ക്വാർട്ടർ അറ്റാക്കിന് വേണ്ടിയിട്ട്. ഇത് എന്താ പറയുക, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലരും ഇത് ചില ആൾക്കാർ ഉപയോഗിക്കാറില്ല. മിക്കവാറും ആൾക്കാരൊക്കെ M16 യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്കാറിൽ യൂസ് ചെയ്യും. കാരണം അതിൻ്റെയൊക്കെ റീകോയിൽ ഒത്തിരി കുറവാണ്, കൺട്രോൾ എളുപ്പമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, ഡാമേജ് ഇത് വളരെ കൂടുതലാണ്. പെട്ടെന്ന് ആളെ കൊല്ലാൻ പറ്റും, ഒരു കറക്റ്റ് നിങ്ങൾക്കൊരു നല്ല റേഞ്ചിൽ കിട്ടുകയാണ്. മാത്രമല്ല ഈ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ ഞാൻ പൊതുവെ ചെയ്യുന്നത് ടാപ്പിംഗ് മെത്തേഡാണ്. ഇതിനധികം അറ്റാച്ച്മെൻറ്റ്സ് ഒന്നുമില്ല. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്വിക്ക് ആൻഡ് എക്സ്റ്റേണൽ മാഗസിനും പിന്നെ കോമ്പൻസേറ്റർ, ചിലപ്പോൾ സപ്രസറും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റെഡ് ഡോട്ട് സ്കോപ്പാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത്. കാര്യം റെഡ് ഡോട്ട് സ്കോപ്പ് യൂസ് ചെയ്യാൻ കാര്യം ഞാനത് പൊതുവെ അടുത്ത്, അതായത് ഒരു 50 മീറ്റർ റേഡിയസിലാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ ഞാൻ സ്നൈപ്പറായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ എനിക്ക് തോന്നി ഈ ഒരു സെറ്റപ്പിൽ എനിക്ക് അധികം റീകോയിൽ ഫീൽ ചെയ്യാറുള്ളത്, റീകോയിൽ കുറവാണ്. ഞാൻ ടാപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഞാൻ നമ്മുടെ ഡോഗ് ഉണ്ടല്ലോ, ഡോക്ടർ ഡിസ്റെസ്പെക്റ്റ്, അയാൾ വലിയൊരു ഫാനാണ്. ഡോക്ടർ ഡിസ്റെസ്പെക്റ്റും ഇതേ ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റ്സാണ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. പുള്ളി ഈ റെഡ് ഡോട്ട് സ്കോപ്പും എല്ലാം വെച്ചാണ് പുള്ളി കളിക്കാറുള്ളത്. സോ അതൊരു ഇൻസ്പിറേഷൻ വെച്ചാണ് ഞാൻ പൊതുവെ ഇത് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ വീഡിയോ കണ്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു ഗൺ പ്ലേ കണ്ടു നോക്കാം. ഓക്കെ ഗായ്സ്, AK ഫുൾ കീറ്റ് ഔട്ടായി, എക്സ്റ്റൻഡഡ് മാഗസീനും റെഡ് ഡോട്ട് സ്കോപ്പും പിന്നെ കോമ്പൻസേറ്ററും വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കിൽ ചറ പറയുന്ന വീഡിയോ വെച്ച് നോക്കാം. എത്രത്തോളം റീകോയിൽ ഉണ്ടെന്ന് കാണാൻ പറ്റുമല്ലോ. ആ പറമ്പ് മൊത്തം വെടിയുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ടാപ്പ് ചെയ്ത് നോക്കാം. നേരത്തെ കുറേ ടാപ്പിംഗ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ടാപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ബുള്ളറ്റ് ആ ടാർജറ്റിൽ തന്നെ കൊണ്ടോട്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ടാപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു എന്താ ടാപ്പ് ചെയ്ത് വിട്ടോണ്ടിരിക്കുക. നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ റീകോയിൽ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ സ്കോപ്പ് ഓൺ ചെയ്യുന്നതിലേക്കും നിങ്ങൾ അറിയാൻ പറ്റും. ടാപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ബുള്ളറ്റ് നിങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ കൊള്ളും, നിങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ ചെന്ന് കൊള്ളും. സോ അതാണ് ഞാൻ പൊതുവെ ഇതിൻ്റെ റീകോയിൽ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ മെത്തേഡും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ വേറെ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ടാപ്പിങ്. ഞാനിത് പണ്ട് എപ്പോഴോ ഏതോ ഒരു ഇംഗ്ലീഷ് വീഡിയോ കണ്ടതാണ്. അങ്ങനെ ആരും പറഞ്ഞതാണ് ഈ ടാപ്പിങ്ങിനെ കുറിച്ച്. അങ്ങനെയാണ് ഞാനിത് കേട്ടത്. ഇനിയിപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് പിന്നെ നല്ല സ്നൈപ്പറുമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു നല്ല ഫോറസ്റ്റ് സ്കോപ്പ് വെച്ചിട്ട് സിംഗിൾ മോഡിൽ ഇട്ടിട്ട് അത് സ്നൈപ്പ് ചെയ്യാൻ പറ്റും. ബുള്ളറ്റിൻ്റെ സൈസ് തന്നെ ആൾക്കാരെ കൊന്നോളൂ. ഓക്കെ ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ട്രിക്കാണ്. ഇനിയും കുറച്ച് കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. അടുത്ത ആഴ്ചത്തെ നമ്മുടെ കണ്ടൻറ്റ് പബ്ജിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സുകളെ കുറിച്ചായിരിക്കും. സോ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നമ്മുടെ ഷാജിപാപ്പൻ ഗെയിമിങ്ങിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഉണ്ട്. സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ധാരാളം പബ്ജി റിലേറ്റഡ് കണ്ടൻറ്റുകൾ അവിടെ ഇടാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച കാണുന്നവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പൻ, സൈനിങ് ഔട്ട്. Welcome to San Andreas, I'm CJ from Grove Street. Landed the heinous, gangbangers in cold heat. In Los Santos, neighbors get no sleep. Beefing with anybody, competing, even police. Four deep in the green